വെൽക്കം ടു മൈ സൺഡേ വ്ളോഗ്സ് എഗെയിൻ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഇന്ന് ഞാനൊരു പണി എടുക്കത്തില്ല. ഇതിപ്പോൾ ഞാൻ എണീറ്റ ഉടനെ ഒന്നും അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എണീറ്റിട്ട് കുറേ സമയമായി. ഇവിടെ പെസ്റ്റ് കൺട്രോള് നാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് പെസ്റ്റിൻ്റെ എല്ലാം അടിച്ചിട്ട് അവരിപ്പം പോയി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം ക്ലീനിങ്ങിന് ഞാൻ ആളെ വിളിച്ചിട്ടുണ്ട്. കാരണം പെസ്റ്റ് അടിച്ചതുകൊണ്ട് ആ ക്ലീനിങ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. യൂഷ്വലി ഇവിടുത്തെ എല്ലാ ക്ലീനിങ് ഞാൻ തന്നെ ചെയ്യുന്നത്. ഞാൻ പുറത്തുനിന്ന് ആരെയും വിളിക്കാറൊന്നുമില്ല. വെറുതെ പൈസ വേസ്റ്റ് ആക്കണ്ടല്ലോ. എനിക്ക് ചെയ്യാവുന്ന ക്ലീനിങ്സേ ഉള്ളൂ. എൻ്റെ റൂം, കിച്ചണും വാഷ്റൂമും ഒക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ചെയ്യും. പക്ഷേ ഇന്നിപ്പം പെസ്റ്റ് അടിച്ച് അതിൻ്റെ മരുന്നും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് എനിക്കത് ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാൻ ടാസ്ക് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് ആളെ വിളിച്ചിട്ടുണ്ട്. വാഷ്റൂമും കിച്ചണും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവരൊരു 3 മണിയാകുമ്പോൾ വരും. കാരണം പെസ്റ്റ് അടിച്ചൊരു 2 hours കഴിഞ്ഞിട്ടേ ക്ലീൻ ചെയ്യാവുള്ളൂ. അപ്പോൾ എനിക്കിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മൂവി കാണാം. അങ്ങനെ ഞാൻ മൂവി ഇട്ട് പൈങ്കിളി. നിങ്ങളൊക്കെ കണ്ടോ മൂവി? കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. ഞാൻ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയാം. അല്ല, ഞാൻ അങ്ങനെ അഭിപ്രായം പറയാറില്ല സിനിമേനെ പറ്റി. അപ്പം ഞാനത് സ്റ്റാൻഡ് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റാൻഡാണ്. കാരണം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ഓൾഡ് സ്റ്റാൻഡ്. ഇത് ഞാൻ പുതിയത് മേടിച്ചതാണ്. ഇതൊന്നും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഞാൻ നോക്കി ഓൾറെഡി, പക്ഷേ ഇല്ല, നല്ലതായിരുന്നു. അപ്പം ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ലെറ്റ് മീ ട്രൈ. ഇതെവിടെയെങ്കിലും കുത്തി വെക്കണം. ഇതിങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്യാൻ കണ്ടു. ഇത്രയേ ഉള്ളത്. ഇതിങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് എടുക്കുന്നത്. ഇത് ഈ മിററിൽ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ മിററിൽ വെച്ചിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ വെക്കാം. ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ഇതാവും. പിന്നെ ഫോൺ എടുത്തതിനകത്ത് വെക്കണം. യെസ് ഗായ്സ്, ഇനി എനിക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവന്ന് പൊട്ടിച്ച് വെച്ചിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞിരുന്നത്, അപ്പം ഇന്നിങ്ങനെ പെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ കുക്കിംഗ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ എനിക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ TV കാണാം. ഞാൻ പൈങ്കിളി മൂവി കാണാം. പൈങ്കിളി മൂവി കണ്ടതിന് ശേഷം ഫുഡ് ഓർഡർ ചെയ്യണം. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കണം. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് 3 മണിയാകുമ്പോഴത്തേക്ക് ആ ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാർ വരും. അവർ എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്ത് തീർക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പുറത്ത് പോകണം ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്നലെ ഞാൻ പുറത്ത് പോയപ്പം കുറച്ച് സാധനം മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അതൊന്നും ഇന്നലെ രാത്രിയിലാണ് പോയത്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഭയങ്കര ക്ഷീണമായിപ്പോയി. തിരിച്ചിങ്ങ് വന്ന് അതുകൊണ്ടൊന്നും സാധനങ്ങളൊന്നും മേടിച്ചില്ല. അതുകൊണ്ട് ഇന്ന് പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നാളെ വിഷുവാണ്. നാളെ തിങ്കളാണ്, 14 വിഷുവാണ്. അപ്പം എനിക്ക് നമ്മുടെ ആയിട്ടുള്ളൊരു സ്പേസ് കിട്ടിയിട്ടുള്ളതിന് ശേഷത്തെ ആദ്യത്തെ വിഷുവാണ്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്കറിയത്തില്ല നടക്കുമോ എന്നുള്ള, ചിലപ്പോൾ നടക്കത്തില്ല. എൻ്റെ ആഗ്രഹം ഞാൻ വിഷുവും ഈസ്റ്ററും എല്ലാം നാട്ടിലാണ്. യൂഷ്വലി ഈ വിഷുവിൻ്റെ ഒക്കെ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഓർമ്മയില്ല. ഞാൻ ഡേറ്റിനെ പറ്റിയല്ല ചിന്തിക്കുന്നത്. എൻ്റെ നാട്ടിൽ ഉത്സവം നടക്കുമ്പോൾ ഉത്സവത്തിൻ്റെ ഇടയ്ക്കാണ് ഈ വിഷു ഈസ്റ്റർ ഒക്കെ വരാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എല്ലാ ഇങ്ങനത്തെ ഇവൻറ്റ്സും നാട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. കിടക്കുന്നു നാട്ടിലല്ലായിരുന്നു, ഇവിടെ ആയിപ്പോയി വീണ്ടും. ഇതുകൊണ്ട് എനിക്ക് നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും എനിക്ക് ഈക്വലായിട്ട് ഫീൽ ചെയ്യാറുള്ളൂ. ബിക്കോസ് ഇതും എൻ്റെ വീടാണ്, അതും എൻ്റെ വീടാണ്. രണ്ടും ഞാനായിട്ട് ബിൽഡ് ചെയ്ത എൻ്റെ സ്പേസ് ആണ്. അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും. എനിക്ക് രണ്ട് സ്ഥലമാണെങ്കിലും ഹാപ്പിയാണ്. പിന്നെ നാടാകുമ്പോൾ നമുക്ക് നാടിൻ്റെ ഒരു വൈബൊക്കെ ഉണ്ടാവും. ഇവിടെ ആകുമ്പോൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഒരു വൈബായിരിക്കും. ഞാൻ രണ്ടിടത്തും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ വീട് മിസ് ചെയ്യും, ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അവിടുത്തെ വീട് മിസ് ചെയ്യും. അതാണ് എൻ്റെ സിറ്റുവേഷൻ. അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ എന്തായിരുന്നു പറയാനുള്ളത്? ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോകുന്നത് എൻ്റെ നാട്ടിൽ ഉത്സവമാണ്. ഉത്സവം കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ 7 വർഷങ്ങളായി കാണും ഞാൻ നാട്ടിൽ ഉത്സവം കണ്ടിട്ട്. എനിക്ക് അത്ര ഓർമ്മയില്ല. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു. അപ്പം 2080 ഉത്സവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ചധികം വർഷങ്ങളായി. കാരണം ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അവിടെ നാട്ടിൽ അമ്പലത്തിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതുകൊണ്ട് ആ വർഷം ഉത്സവം മാറ്റി വെച്ചു. അതിനുശേഷം പിന്നെ അമ്പലം പണിഞ്ഞിട്ട് ഉത്സവം നടത്താമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ പണിയെല്ലാം കൂടെ കുറച്ചധികം അറിയാമല്ലോ, അമ്പലത്തിൻ്റെ പണിയൊക്കെ കുറച്ച് വർഷങ്ങളെടുക്കും. അപ്പോൾ അങ്ങനെ പണികൾ നടന്നു പോയിട്ട് കുറച്ച് 2-3 വർഷം പോയെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ അമ്പലം പണി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ കോവിഡ് ആയപ്പോഴത്തേക്കും അങ്ങനത്തെ പരിപാടിയെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ഇങ്ങോട്ടും പോയിരുന്നു. പിന്നെ ഉത്സവം നടന്ന സമയത്ത് 2-3 വർഷമായിട്ട് ഉത്സവം വീണ്ടും ഉണ്ടെന്ന് തോന്നുന്നു. 2-3 വർഷമായിട്ട് ഉണ്ട്. പക്ഷേ ആ 3 വർഷം ഞാൻ നാട്ടിൽ ഈ ഒരു പീരീഡിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ നാട്ടിലെ ഒരു ഇവൻറ്റും നമ്മുടെ നാട്ടിലെ ആ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര വൈബാണ്. എനിക്കപ്പോൾ മറ്റേ പഴയ ഏതോ ഒരു ഓർമ്മ പോലെ തോന്നുന്നത്. നാട്ടിലെ ഒരു ഉത്സവം അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കതൊന്ന് കൂടിയാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഈ ഒരു ഡേറ്റിൽ തന്നെ പ്ലാൻ ചെയ്തിട്ട് പോകുന്നത്. ഇതെൻ്റെ ഒരു പ്ലാൻഡ് ട്രിപ്പാണ്. യൂഷ്വലി ഞാനിങ്ങനെ ഓക്കെ ഒരു 6 month ഒക്കെ നമുക്ക് നാട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നത്. അങ്ങനെ ഒരു ഇവൻറ്റോ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. ഇത് ഞാൻ എസ്പെഷ്യലി ഈ ഒരു ഉത്സവത്തിൻ്റെ ഡേറ്റ് നോക്കിയിട്ട് എൻ്റെ ഒരു ട്രാവൽ പ്ലാൻ ചെയ്തതായിരുന്നു. പിന്നെന്തായിരുന്നു, അപ്പം അങ്ങനെയൊക്കെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിഷു അങ്ങനെ എപ്പോഴും ആ ഉത്സവത്തിനിടയ്ക്ക് വരാറ്. പക്ഷേ ഇപ്പം ഇതിങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് വിഷു എനിക്ക് ഇവിടെ എന്തെങ്കിലും സെറ്റ് ചെയ്താൽ കൊള്ളാം. നമുക്ക് ഈവനിങ് ഒന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കണം. പിന്നെന്താണ്,
ഇനി അത്രയൊക്കെ ഉള്ളു പറയാം. പിന്നെ എനിക്കറിയാം, എനിക്കിപ്പം എൻ്റെ യൂട്യൂബിൽ ഇപ്പം കുറേ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ കുറേ ആൾക്കാർ എനിക്ക് കമൻറ്റ്സ് ചെയ്യാറുണ്ട്. എനിക്ക് എല്ലാവരോടും ഭയങ്കര സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ മാക്സിമം ഒരു കമൻറ്റ്സും ഇടാതെ എല്ലാ കമൻറ്റ്സിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. യെസ്, അപ്പം എനിക്ക് കുറേ യൂട്യൂബിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് എനിക്കിപ്പം കൂടിയിട്ടുണ്ട്. ഫ്രണ്ട്സ് എന്നാണോ പറയേണ്ടത്, വ്യൂവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ എന്തൊക്കെ ആയിക്കോട്ടെ, വാട്ട് എവർ, യു ഗൈസ് ആർ സോ സ്പെഷ്യൽ ടു മീ. കാരണം എനിക്കറിയില്ല, എനിക്ക് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് എനിക്ക് യൂട്യൂബിൽ അത്രയും അവർക്ക് ഡീപ്പായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം മാത്രമേ ഉള്ളൂ. ആരെങ്കിലുമൊക്കെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ റിലേറ്റബിൾ ആണെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഇവിടുത്തെ ജോലിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് എല്ലാവരോടും ആരാണെങ്കിലും, ഇനി നാളെ ഇവിടെ ജോലി തിരക്കി വരുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ വിസിറ്റ് വിസിൽ നിന്ന് സർവൈവ് ചെയ്യുന്നവരാണെങ്കിൽ, എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ 4ാമത്തെ വർഷത്തിലാണ് നിൽക്കുന്നത്. 4 വർഷം എന്ന് പറയുന്നത് ദുബായിൽ ഒരു വലിയ ടൈം അല്ലാന്ന് എനിക്കറിയാം. ഐ ആം ഓൾസോ ബിഗിനർ. പക്ഷെ ഞാൻ ഈ ഒരു 4 വർഷം എത്തിയപ്പോഴത്തേക്കാണ് എന്തെങ്കിലും ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആയത്, സെക്യൂർ ആയത്. അങ്ങനെ എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു ടൈം എന്തായാലും എടുക്കും. ആർക്കും ആദ്യമേ എല്ലാം ഒന്നും നന്നായിട്ട് വരത്തില്ല. കാരണം കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കണേ, 3 months 4 months എനിക്ക് ജോലി കിട്ടിയില്ല, ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ദുബായ് പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു ഫാൻറ്റസി വേൾഡ്, അല്ലെങ്കിൽ എന്താ ഒരു വണ്ടർലാൻഡ് ആണ്. ലക്ഷറി കാസ്, ബിൽഡിങ്സ്, ആൾക്കാരാണെങ്കിലും ഇപ്പം ഞാനിടുന്ന വീഡിയോസ് ആണെങ്കിലും ഞാൻ ഒരിക്കലും ഇവിടുത്തെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പറഞ്ഞിട്ട് വീഡിയോസ് ഇടാറില്ല. ഇപ്പം ഞാനാണെങ്കിൽ വിടുന്നത് നല്ലൊരു സൈഡ് കാണിച്ചിട്ടുള്ള വീഡിയോസാണ്. അതേ സെയിം ടൈം തന്നെ മോശമുണ്ട്. ഇപ്പം ഞാൻ ജോലി കിട്ടിയ ഒരു 1 year ആയിരുന്നെങ്കിൽ മേ ബി എൻ്റെ കുറേ സ്ട്രഗിൾസ് കണ്ടേനെ. ഫിനാൻഷ്യൽ ആണെങ്കിലും ജോബിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം എൻ്റെയും ഒരു സ്ട്രഗിളിങ് പീരീഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഗുഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ ഉണ്ടാവത്തില്ല. അപ്പം എല്ലാം ഇനിയിപ്പം വിസിറ്റ് വിസ എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളെല്ലാവരും വിചാരിക്കും ഇതൊരു വണ്ടർ വേൾഡ് ആണെന്ന്. അങ്ങനെ തന്നെയാണ് ദുബായ് അല്ല UAE ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വണ്ടർ വേൾഡ്. ഒരു ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും എല്ലാം ഭയങ്കര സൂപ്പറാണ്. കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഫാൻറ്റസി വേൾഡ് പോലെ തോന്നും. പക്ഷെ അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾസും സർവൈവലും. ഇപ്പോൾ ഇവിടെ ഒരു ജോലി തേടി വരുന്നവരാണെങ്കിലും ഇവിടെ ഒരു ബിസിനസ് നടത്തുന്നവർ ആണെങ്കിലും ഇവർക്കൊക്കെ ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് സ്ട്രഗിൾസും പറയാനുണ്ട്. ഒരാളും വന്നിട്ട് പെട്ടെന്ന് ജോലി കിട്ടി സ്ട്രഗിൾ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും, അവരുടെ ഗുഡ് ലക്ക്. പക്ഷേ ഒരു 90% ആൾക്കാരും സ്ട്രഗിൾസിലൂടെയും ഈ ഒരു സാലറി ഇഷ്യൂയിലൂടെയും ജോബിൻ്റെ സെക്യൂരിറ്റി ഇല്ലാതെയും കയറുന്ന കമ്പനി സെക്യൂർ അല്ലാതെയും ഒക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് വരുന്നവരടുത്ത് ഇവിടെ ഉള്ളവരോടൊക്കെ പറയാനുള്ളത്, ഇതൊരു ഫാൻറ്റസി വേൾഡും നമുക്കെല്ലാം കയ്യിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും വരല്. എപ്പോഴും സ്ട്രഗിൾസും സർവൈവൽസും ഒക്കെ പാർട്ടായിരിക്കും ഈ ഒരു ജോബ് സെർച്ചിങ്. കാരണം UAE എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്. അപ്പം നമ്മുടെ സ്കില്ലും അതൊരു അത്രയും കോമ്പറ്റീഷൻ നിറഞ്ഞതാണ്. ആർക്കാണെങ്കിലും ജോബ് അന്വേഷിക്കുന്നവർക്ക്, ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അപ്പം നമ്മളുടെ സ്കില്ലിനും നമ്മളുടെ സ്മാർട്ട്നെസ്സിനുമാണ് അവിടെ വിലയുള്ളത്. അല്ലാതെ നമ്മളുടെ കഷ്ടപ്പാടും അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രഗിൾസിനും ആരും എവിടെയും വാല്യൂ ചെയ്യത്തില്ല. നമ്മൾ സ്മാർട്ടാണോ, നമ്മൾക്ക് സ്കില്ലുണ്ടോ, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഒരു സ്പേസ് എവിടെയാണെങ്കിലും കിട്ടും. അപ്പം ദുബായിലോട്ടാണെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള ജോബ് നോക്കുന്ന ഇവിടെ ഉള്ളവരാണെങ്കിലും ജോബ് നോക്കി ഇങ്ങോട്ട് വരുന്നവരാണെങ്കിലും നിങ്ങളെ മാക്സിമം ചെയ്ത് ഒരു ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് തന്നെ കൊടുത്ത് നിങ്ങളെ ഡെവലപ്പ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ട് വരിക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്നും ഈസി ആയിരിക്കത്തില്ല. പക്ഷേ സംടൈംസ് എല്ലാം ഈസി ആവും, സംടൈംസ് എല്ലാം ഈസി ആവണമെന്നുമില്ല. അപ്പം എപ്പോഴും ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. പ്രശ്നങ്ങൾ സർവൈവൽസും ഉണ്ടാവാം. അപ്പം അതൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മളെ തന്നെ പ്രിപ്പയർ ആക്കിയിട്ട് വരിക. റീസെൻ്റ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വിസ തീരാറായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാനാണെങ്കിലും ഹെൽപ്ലെസ് ആണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇന്ന രീതിയിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുക അങ്ങനെ നോക്കുന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ആരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത്രയും എന്താണ് ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടാവണം ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെസ്സേജ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നതാണെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ഇടുന്നതാണെങ്കിൽ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട് എനിക്ക് എന്തെങ്കിലും അറിയാവുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറയാം. അല്ലെങ്കിൽ അവർ ചോദിക്കുക എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് അറിയാവുന്ന, ഞാൻ അത്ര ഭയങ്കര എല്ലാം അറിയാവുന്ന ആളൊന്നും അല്ല. എനിക്ക് എന്തെങ്കിലും അവർക്ക് പറഞ്ഞ അഡ്വൈസ് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പം എനിക്ക് പുതുതായിട്ട് വരാനുള്ള എല്ലാവരോടും പറയാനുള്ളത്, ഇതൊരു ഫാൻറ്റസി വേൾഡും വണ്ടർലാൻഡും ഒക്കെയാണ് പുറത്ത് നോക്കുമ്പോൾ. പക്ഷെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ സ്ട്രഗിൾസും സർവൈവലും ഒക്കെ കാണും. അപ്പോൾ അതിനും കൂടെ പ്രിപ്പയർ ആയിട്ട് വേണം വരാൻ. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് എല്ലാം ഉണ്ട്, എല്ലാം ആയി എന്നൊന്നും അല്ല. സ്റ്റിൽ ഞാൻ സർവൈവ് ചെയ്യുന്ന, സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജോബ് വൈസ് ആണെങ്കിലും ഫിനാൻഷ്യൽ വൈസ് ആണെങ്കിലും മെൻ്റൽ വൈസ് ആണെങ്കിലും എല്ലാം ഉണ്ട്. അപ്പം
ചിലവർക്ക് നന്നാവും, ചിലവർക്ക് നന്നാവത്തില്ല. എല്ലാവർക്കും നന്നായിക്കൊള്ളണമെന്നില്ല. സോ നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക, ബി പ്രിപ്പയർഡ്. നമ്മൾ എന്താണോ ഫേസ് ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റി പ്രിപ്പയർഡ് ആയിരിക്കണം. അത് ഇവിടെ വന്നിട്ട് സ്ട്രഗിൾ ആകുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് കണ്ടതല്ല ഇവിടെ വരുമ്പോൾ. അപ്പം ആ പുറത്തുനിന്ന് കണ്ടതല്ല ഉള്ളിലെത്തുമ്പോൾ എന്നുള്ള ഇത് മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ആ ഒരു ഫേസ് സർവൈവ് ചെയ്യാൻ വേണ്ടി ഒരു ജോലിയില്ലാതെ ഒരു റൂമിൽ ഒരു ബെഡ് സ്പേസിൽ ഒരു 6 പേരുടെ ബെഡ് സ്പേസിൽ ഒന്ന് നമുക്ക് ഒന്ന് തിരിഞ്ഞ് നടക്കാനോ ഒന്ന് ഇറങ്ങി നടക്കാനോ സ്ഥലമില്ലാത്തൊരു റൂമായിരിക്കും അത്. ആ റൂമിനുള്ളിൽ ഇരുന്ന് ഒരു മാസം അല്ല 2 മാസം 3 മാസമൊക്കെ നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടാൻ വൈകി കഴിഞ്ഞാൽ ആ ഒരു പീരീഡ് നമ്മൾ ആ ഒരു സ്ഥലത്ത് സർവൈവ് ചെയ്യാനുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഒരു ഫാമിലിയുടെ കൂടെ നിൽക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുന്നെങ്കിൽ മേ ബി നമുക്ക് മെൻ്റലി കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും. പക്ഷേ ഞാനൊക്കെ വന്നിട്ട് ഒരു പരിചയമില്ലാത്ത ഒരു 6 7 8 പേരോ താമസിക്കുന്ന ഒരു റൂമിലോട്ട് കയറി ചെന്ന് ഒരു ബെഡിൻ്റെ താഴെ കിടക്കും, മുകളിൽ വേറെ ആരോ കിടപ്പുണ്ട്, അവരാരാന്ന് പോലും അറിയത്തില്ല. ചിലപ്പം നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു മിക്സഡ് നാഷണാലിറ്റി ആവും. ചിലപ്പോൾ ഇന്ത്യൻസ് ഉണ്ടാവും, ചിലപ്പോൾ ഇന്ത്യൻസ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഈജിപ്ഷ്യൻസ് ആവും, ചിലപ്പം ഫിലിപ്പീൻസ് ആവും, പറയാൻ പറ്റില്ലേ. ബട്ട് ഞാൻ മാറിയ റൂമിൽ ഫുൾ മലയാളീസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഇവർക്കൊന്നും പേഴ്സണലി നമ്മളെ അറിയത്തില്ല. ഇവർക്ക് ഇപ്പം ഞാൻ എൻ്റെ ഒരു ഡൗൺ സൈഡ് ആണല്ലോ, ഒരു ജോലി നോക്കിയിട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. അവർ ആശ്വസിപ്പിക്കണമെന്നും ഇല്ല. കാരണം അവർക്ക് നമ്മളെ അറിയത്തില്ല പേഴ്സണലി നമ്മൾ എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, നമ്മൾ വിഷമിക്കുന്നുണ്ടോ അവർക്ക് അറിയത്തില്ല. അപ്പോൾ അവർ ആശ്വസിപ്പിക്കാൻ വരണമെന്നില്ല. അപ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല. ആ ഒരു പീരീഡ് നമ്മൾ തന്നെ സർവൈവ് ചെയ്യണം. നമുക്കൊരു ജോലി കിട്ടി, നമ്മൾ ജോബൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് സെറ്റാവും. ചിലപ്പോൾ ചില ആൾക്കാരുണ്ട് വന്ന് എല്ലാവരുമായിട്ടും കമ്പനിയായി സെറ്റ് ആവുന്നവർ. അപ്പോൾ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോൾ അവിടെ ഉള്ളവരും കമ്പനി ആവണമെന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നവരും ഇപ്പോൾ ഇവിടെ ഉള്ളവരും ഒക്കെ നമ്മൾക്ക് നമ്മളെ ഉണ്ടാവത്തുള്ളൂ. അപ്പം നമ്മൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വിഷമങ്ങളും സങ്കടങ്ങളും സ്ട്രഗിൾസും എല്ലാം ഉണ്ടാവും. എല്ലാം മാറും, ഒരു ടൈമിൽ അതൊക്കെ മാറും. പക്ഷെ ആ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം, നമ്മൾ വർക്ക് ചെയ്യണം. അത്രേ എനിക്ക് പറയുള്ളൂ. പിന്നെ എങ്ങനെ ജോലി കിട്ടും, എങ്ങനെ ഇതാക്കണം, അങ്ങനെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ അറിയത്തില്ല. നിങ്ങൾ ഏത് ഫീൽഡാണോ നോക്കുന്നത് ആ ഫീൽഡ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ ഫീൽഡിനെ കുറിച്ച് മാക്സിമം നിങ്ങൾ എല്ലാം നോളജ് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറിയത്തില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവില്ല. ഒരു ഇൻ്റർവ്യൂവിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ, നമുക്കറിയാവുന്ന കാര്യമാണെങ്കിലും അറിയാത്ത കാര്യമാണെങ്കിലും വാട്ട് എവർ, നമ്മളവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഓക്കെ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ ഇരിക്കുമായിരിക്കും കാര്യങ്ങൾ. അപ്പം എത്രയും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സ്മാർട്ടായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. കാര്യങ്ങളെ പറ്റി നിങ്ങൾ നോക്കുന്ന ഫീൽഡിനെ പറ്റി അത്യാവശ്യം ബോധം ഉണ്ടായിരിക്കണം. അതായത് ഒരു കാര്യമില്ലാതെ പോയിട്ട് ചുമ്മാ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ആരും നമ്മളെ അങ്ങനെ നമ്മളുടെ പാവൽ ലുക്ക് കണ്ടിട്ടൊന്നും ജോലിക്ക് എടുക്കണമെന്നില്ല. അപ്പം നമ്മൾ നല്ല കോൺഫിഡൻറ്റ് സ്മാർട്ട് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ നോക്കുന്ന ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ധാരണ ഉണ്ടായിരിക്കണം. ഒരു കമ്പനി ഇൻ്റർവ്യൂ അടിച്ചാൽ ആ കമ്പനീനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. ആ കമ്പനി എപ്പം തുടങ്ങിയത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ബേസിക് ഇൻഫർമേഷൻ പഠിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോകുക. അല്ലാതെ ഞങ്ങളുടെ കമ്പനിയെ പറ്റി നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. എന്നാലും ഞാനൊന്ന് ഗൂഗിളിൽ നോക്കിയായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഈ കമ്പനി ഇന്നതാണ് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. കമ്പനീനെ പറ്റി അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ സർവീസിനെ പറ്റിയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എന്നുള്ളത് അങ്ങോട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. ഓക്കെ ഇതിപ്പം എന്തോ വേറെ വീഡിയോ ആയി മാറി. ഓക്കെ വാട്ടവർ, അതൊക്കെ വിട്ടേക്ക്. ഞാൻ എൻ്റെ ഭയങ്കര സിനിമ കാണാണ്ട് പോയി. പിന്നെന്താ അതിന് വൈകിട്ടത്തെ കാര്യമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് വരുമ്പോൾ ഫുഡ് കഴിക്കണം. പിന്നെന്തായിരുന്നു, ഇപ്പം ഞാൻ സിനിമ കാണാൻ പോവാം. സിനിമ കണ്ട് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിൻ്റെ ആൾക്കാർ വരും, അത് ക്ലീൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പുറത്ത് പോകണമെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ബൈ. അപ്പോൾ ആരാമത്തിൽ നിന്ന് നല്ല സൂപ്പർ സദ്യ ഓർഡർ ചെയ്തു. സദ്യയുള്ള ഊണ് എനിക്ക് ആരാമത്തിലൂടെ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി സൂപ്പർ ടേസ്റ്റാണ്. ഒരു ഫിഷ് ഫ്രൈ ഉണ്ട്. ആരാമാണെങ്കിൽ പിന്നെ ബീഫ് ഫ്രൈ മസ്റ്റാണല്ലോ. ബീഫ് ഫ്രൈ ചോറ് കുറച്ച് എടുത്തോളൂ, അത്രയും മതി. സിനിമ കണ്ടിട്ട് കഴിക്കും. ബൈ. ഹലോ, let me introduce my favorite snacks from Aramam. പാപ്പട വട, ഇത് ഞാൻ കുറച്ച് കടിച്ചായിരുന്നു. എനിക്ക് ആരാമത്തിലെ പപ്പട വട ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇവിടെ ക്ലീൻ ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. അവരവിടെ എല്ലാം ക്ലീൻ ആക്കുക. അവർ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. ഇവിടെ
ടാഗ് മേടിച്ചതിൻ്റെ പട്ടി ഷോ കാണിച്ചല്ലോ ഞാൻ. ഇപ്പം തന്നെ അഴിക്കായത് പോലും. അങ്ങനെ ക്ലീനിങ് സെക്ഷനെല്ലാം കഴിഞ്ഞ് ഞാൻ പോയിട്ട് വേഗം റെഡി ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് വിഷുവിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണ്ടേ. അപ്പോൾ ഞാൻ എല്ലാം റെഡിയായി വേഗം ഇറങ്ങി നേരെ കുറച്ച് പരിപ്പോടെ പരിപ്പോടെ ചായ മേടിച്ച് കുടിച്ചു. എത്ര സമയം? ഞാൻ നേരെ നെസ്റ്റോയിൽ പോയി. നെസ്റ്റോയിൽ പോയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ, എനിക്ക് തോന്നുന്നു ദുബായിലുള്ള മുഴുവൻ ആൾക്കാരും ആ നെസ്റ്റോയിലുണ്ടായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വിശേഷ ദിവസങ്ങളൊക്കെ വന്ന് കൂടുതൽ ആൾക്കാർ പോകുന്ന നെസ്റ്റോയിലല്ലേ. ഭയങ്കര നല്ല തിരക്കാണ്. പക്ഷേ നെസ്റ്റോയിൽ വിഷുവിൻ്റെ മുന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് തിരിച്ചു പോരുന്നു. തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് പിന്നെ എനിക്ക് ഇനി കുറേ പണിയുണ്ടല്ലോ. വിഷുവിൻ്റെ എല്ലാ പ്രിപ്പറേഷൻ ചെയ്യണ്ടേ, എല്ലാം അടുക്കി ഒതുക്കി പറയണം. പിന്നെ ക്ലീൻ ചെയ്തിട്ട് പോയിട്ട് അവരെല്ലാം അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പം ഞാൻ പിന്നെ അതെല്ലാം എടുത്ത് നേരെ എല്ലാം വൃത്തിയാക്കി വെച്ച് ഞാൻ അവരുടെ കൊണ്ട് ഈ ഓവനും അതും എല്ലാം കഴിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ തിരിച്ചെല്ലാം പ്ലേസ് ചെയ്ത് അതിനുശേഷം എൻ്റെ കയ്യിലൊരു കൊട്ട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ കൊട്ട എടുത്തിട്ട് അതിനകത്ത് വിഷുക്കണി സെറ്റ് ചെയ്യാമെന്ന്. ഹലോ, അപ്പം നമുക്ക് വിഷുവിനുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നു. അപ്പം അതെല്ലാം എടുത്ത് വെക്കണം. ഇത് ഞാനൊരു ടാങ്ക് മേടിച്ചു. അത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ മമ്മിക്ക് നാട്ടിൽ ചിലപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇപ്പം തന്നെ മേടിച്ചു. നാട്ടിൽ പോലെ പർച്ചേസ് ഒന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇത് ഞാനിപ്പോൾ മേടിച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. വിഷു അല്ലേ, സെറ്റാക്കണ്ടേ. ഞാൻ ആദ്യം ഫ്രീസർ വെക്കാനുള്ള സമയങ്ങളെല്ലാം എടുത്ത് വെക്കാം. ഞാൻ പുട്ടുപൊടി മേടിച്ചു. കാരണം വിഷുവിന് കണി വെക്കാൻ വേണ്ടിയിട്ട് പഴം മേടിച്ചിട്ടുണ്ട്. പഴം ചിലവായില്ലെങ്കിൽ പുട്ട് ഉണ്ടാക്കി പുട്ടും പഴം കഴിക്കാം. പുട്ടുപൊടിയൊക്കെ ഇവിടെ നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, ഇത് നല്ല സൂപ്പർ സാധനം, നല്ല മണമാണ് വരുന്നത് ഇതിന്. അപ്പം ഞാൻ ഇതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് വാഷ്റൂമിലൊക്കെ വെച്ചാൽ വാഷ്റൂം നല്ല മണക്കാം. അപ്പം ഓൾമോസ്റ്റ് എല്ലാം എടുത്ത് വെച്ചത് ഞാൻ തൽക്കാലം എടുക്കും. ഇവിടെ ഒരു ഡ്രോയർ, ഇവിടുത്തെ ഇത് എം ടി ആയിട്ടിരിക്കും. തൽക്കാലം എടുക്കും. അപ്പോൾ അതെടുത്ത് പാക്ക് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് വിഷുവിൻ്റെ സാധനങ്ങൾ ഒരുക്കാം. ഞാനിവിടെ വിഷുവിന് ഒരുക്കാൻ വേണ്ടി കൊട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം സെറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വിഷുക്കണി ഒരുക്കലാണിത്. എൻ്റെ വീട്ടിൽ മുന്നേ ഒന്നും അങ്ങനെ വിഷുക്കണി ഇത്രയൊന്നും സെറ്റ് ചെയ്തൊന്നും ഒരുക്കാറൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കൂടുതലും കണിക്കൊന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണി കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇത്രയും ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ചിട്ട് വലിയൊരു കണിയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്, ഇനി ഞാൻ നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും വിഷുവിന് നാട്ടിലുണ്ടെങ്കിൽ എനിക്കിങ്ങനെ എല്ലാം ഒന്ന് വീട്ടിൽ ചെയ്യണമെന്നുള്ളത്. പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും ബെഡ് സ്പേസിലായിരുന്നത് കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ വർഷമാണ് റൂമിലേക്കൊക്കെ മാറിയത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഞാൻ കണി കാണാനുള്ള എല്ലാ സാധനം സെറ്റ് ചെയ്ത് ഒഫീഷ്യലി അല്ലേ അങ്ങനെ ഉള്ള സാധനങ്ങൾ എല്ലാം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. മറ്റേ എന്തൊക്കെയോ നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, കണി കാണുന്നതിന് അത് വേണം ഇത് വേണം. കണി കൊന്ന പൂ പോലും ഇല്ല. പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് ഇതൊക്കെ സെറ്റ് ചെയ്ത് എൻ്റെ ഒരു ഹാപ്പിനെസ്. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് കണിയെല്ലാം റൂമിൽ കൊണ്ടുപോയി വെച്ച് അതിനുശേഷം പിന്നെ ഞാൻ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം പുറത്ത് പോയിട്ട് വന്നിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അതിനുശേഷം പിന്നെ ഞാൻ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ കുറച്ച് നേരം കിടന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുളിച്ച് റെഡിയായി പോയിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് വിഷുവിന് വേണ്ടിയിട്ട് ഞാൻ വെച്ച് 2-3 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത്. എനിക്കിങ്ങനെ സ്വന്തമായിട്ടൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, വെറുതെ ഇരിക്കാൻ. അപ്പം അങ്ങനെ കുറച്ച് സമയം ഞാൻ അങ്ങനെ എൻ്റെ കൂടെ തന്നെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഇതൊക്കെയായിരുന്നു എൻ്റെ കണി ലുക്ക്. പിന്നെ ഇതെല്ലാം ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വിഷുക്കണിയൊക്കെ ഒരുക്കി പിന്നെ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചെയ്ത് അത് ഞാൻ ഇങ്ങനെ നല്ലൊരു ഇവൻറ്റ് അങ്ങനത്തെ നമ്മുടെ വിശേഷ ദിവസങ്ങൾ വന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാം അറേഞ്ചൊക്കെ ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് ദീപാവലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന്
എൻ്റെ വിഷുക്കണി. ഞാൻ രാവിലെ എണീറ്റ് വിഷുക്കണിയൊക്കെ കണ്ട് ഞാൻ ഓഫീസിൽ പോയി. നല്ല സൂപ്പർ ഒരു ഡേ ആയിരുന്നു വിഷുവിൻ്റെത്.